ഞങ്ങൾ നടത്തുകയാണ്. കുളത്തുപുഴ നെല്ലിമൂട് IPCയുടെ വകയായി നടക്കുന്ന സുവിശേഷ റാലിയാണ് ഇന്ന് പൽക്കാലം നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അപ്പനെ അറിയാത്ത തലമുറ, അമ്മയെ അറിയാത്ത തലമുറ, കുഞ്ഞുങ്ങളെ അറിയാത്ത തലമുറ, അതിന്റെ വിപത്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പിറകിൽ ഒരു പാവമുണ്ട്. അത് മദ്യത്തിലൂടെ, മയക്കുമരുന്നിലൂടെ പലരെയും തിരിച്ചറിയാത്ത ഒരു വിഷ ആണ് ഈ മയക്കുമരുന്ന് മദ്യവും. നമുക്ക് ചിന്തിക്കേണ്ടതായിരിക്കുന്നു. അതിൽ നിന്നൊരു മോചനം വേണ്ടേ? അതിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് വേണ്ടേ? കർത്താവായ യേശു വേഗം വരുന്നു. അവനെതിരേൽപ്പാൻ ഒരുങ്ങണമെങ്കിൽ ആ പാപം നാം ഇപ്പോൾ അനുഭവിച്ചിട്ടിരിക്കുന്ന നിങ്ങളുടെ ദുഃഖമായാലും നിരാശയായാലും എന്ത് തന്നെ ആയാലും യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക. നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഞങ്ങളും ഒരു കാലത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ ആയിരുന്നപ്പോൾ ഈ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നത് മുഖാന്തരം ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും നിങ്ങളോട് അറിയിക്കുവാനാണ് ഇന്ന് കാലം ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന ദൈവവചനത്തിൽ വായിക്കുന്നു. ഇന്ന് കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രോഗങ്ങളാൽ ഭാരപ്പെടുകയാണോ? സമാധാനമില്ലാതെ ഭാരപ്പെടുകയാണോ? സന്തോഷമില്ലാതെ ഭാരപ്പെടുകയാണോ? നിരാശനാണോ? എന്നാൽ ഒന്നേയുള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹമുണ്ടെന്ന് ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ ദൈവമാണ് ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. ആ ഭൂമിയിൽ വന്ന ദൈവം ഒരു മതസ്ഥാപകനല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നവരാണെന്ന്. മതപരിവർത്തനമല്ല, ഇതൊരു മനപരിവർത്തനമാണ്. സുവിശേഷം ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു മനപരിവർത്തനം എത്തുവാൻ ദൈവം ഇടയാക്കി. ഈ സുവിശേഷം, ഈ വചനം വായിച്ച് ഈ വചനത്തിൽ ഉള്ളിൽ അടക്കം ആരൊക്കെ കൈക്കൊണ്ടോ അവർക്കൊക്കെ ദൈവിക സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിവാസികളെ, ഈ ദേശത്തെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു. ഈ ദേശനിവാസികളെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങൾ കടന്നു വരിക, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന ദൈവവചനത്തിൽ വായിക്കുന്നു. ഇന്ന് കാലം ഞങ്ങൾ ഉദ്ഘോഷിക്കുന്ന സുവിശേഷം എവിടെയൊക്കെ ആരൊക്കെ തകർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിന് ശക്തി പ്രാപിക്കുന്നതല്ലാതെ ഈ സുവിശേഷം ഒരിക്കലും ഒരു മനുഷ്യനും തകർക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, സ്തോത്രം. എവിടെയൊക്കെ ഹല്ലേലൂയ ഉന്നതന്മാർ അല്ലെങ്കിൽ ഹല്ലേലൂയ അനേകർ ഇപ്പോൾ നമുക്കറിയാം, ആമേൻ, സുവിശേഷ വിരോധികൾ പള്ളികളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെതിരായി അതിന്റെ ഇരട്ടിയായി ശക്തി പ്രാപിക്കുന്നതല്ലാതെ ദൈവവചനം നശിച്ചു പോകുന്നില്ല. ദൈവജനം നശിച്ചു പോകുന്നില്ല. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ സുവിശേഷം, ഞങ്ങളെ സ്നേഹിച്ച ദൈവം, ഞങ്ങളെ വീണ്ടെടുത്ത ദൈവം, ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം, ആ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം ഹല്ലേലൂയ സർവശക്തനാണ്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കർത്താവായ ഒരുവനേ ഉള്ളൂ. നമുക്കറിയാം, പല ദിവസം തോറുമുള്ള പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ 2 കൈ ഹല്ലേലൂയ പ്ലാസ്റ്റിക് ഒടിഞ്ഞ നിസ്സഹായ അവസ്ഥ കുഞ്ഞിന്റെ. അവന്റെ 2 അച്ഛനും അമ്മയും ഹല്ലേലൂയ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കാര്യം. യൂറോപ്യൻ കൺട്രിയിൽ പോയി MBBS പഠിച്ച ഡോക്ടർ തന്റെ അമ്മയെ കൊന്നു, അപ്പനെ കൊന്നു, സ്വന്തം പെങ്ങളെ കൊന്നു. എന്താ സുബോധം നഷ്ടപ്പെട്ടവൻ. ഇന്ന് കാലം പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഞങ്ങളെ കേട്ട് മനം തകർന്നിരിക്കുന്നവരാണെങ്കിൽ, ആത്മഹത്യ ചെയ്യുവാനിരിക്കുന്നവരാണെങ്കിൽ, ഓ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. നിന്റെ രോഗം എന്തായിക്കോട്ടെ, നിന്റെ രോഗത്തിന് സൗഖ്യം തരുന്ന യേശുക്രിസ്തു, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്ത് ഇതാൽ മതി. ഇതിന് കർമ്മങ്ങളില്ല, ഇതിന് നേർച്ച കാഴ്ചകളില്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു വന്നാൽ സമാധാനമുണ്ട്, നിത്യതയുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഒരു അവസ്ഥയുണ്ട്. എല്ലാ
എല്ലാ ജാതികളിലും പഠിപ്പിക്കുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു അവസ്ഥ. എന്നാൽ ഹല്ലേലൂയ, വിശുദ്ധ ബൈബിൾ പറയുന്നു ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവരെ കർത്താവ് വീണ്ടും പോയതുപോലെ വരും, ചേർക്കുവാൻ വരും. കർത്താവ് വരുന്ന സമയത്ത് ഇവിടെ കയറി വരുവീൻ എന്നുള്ള ഇമ്പമുള്ള ശബ്ദം കേൾപ്പാൻ, ഒരുക്കമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഈ നാട്ടുകാരോട് ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഒരുമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വ്യാപാരി വ്യവസായികളോടും ഡ്രൈവേഴ്സിനോടും നാട്ടുകാരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ